പിടുത്തം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ കണ്ടവൾ അടിച്ച് പിരിഞ്ഞു എന്നാണ്. അതല്ല കേട്ടോ, കയ്യിലിരിപ്പ് വളരെ വളരെ നല്ലതായതുകൊണ്ട് തന്നെ കാലിന് ചെറുതായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഉമ്മാന്റെ വീട്ടിലെത്തിയ മാതിരിയാണ് കേട്ടോ. കാരണം ആഴ്ചയിൽ 1-2 തവണ എനിക്ക് ഇങ്ങോട്ട് വരാം. എന്നും ഇല്ലാത്ത തിരക്കായിരുന്നു കേട്ടോ ഒന്നുണ്ടായിരുന്നത്. തിരക്കിനും കൂടെ പേര് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാ തോന്നുന്നത്. കുറേ സമയം നിൽക്കാണ്ടായതുകൊണ്ട് ഞാൻ കടർ സീറ്റിട്ട് പാടെ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ക്യൂ ഒരു വിധത്തിലും ഇളകിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മരുന്ന് വാങ്ങിച്ചു കണ്ട് ആൾ ഇന്ന തരാ തോന്നുന്നുണ്ട്. ഞാൻ വീണ്ടും ഇരിക്കാൻ സീറ്റിട്ട് പാടെ വന്നിരുന്നുണ്ട്. അങ്ങനെ നമുക്കുള്ള മരുന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് എന്റെ ഇളാപ്പാനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആൾക്ക് ചെറുതായിട്ട് ത്രോട്ടിന് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് അത് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തോട്ട് ഇതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പൺ ആയത്. അതിൽ പിന്നെ വേഗം അതൊന്നും ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രോഗിനെ കാണാൻ പോകുമ്പോൾ ചിരിക്കരുതേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എനിക്ക് ചിരി പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടായില്ല. ഞാൻ എന്തായാലും നന്നായിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആൾ ആക്ഷൻ കണ്ടിട്ടാണ്. കാരണം അത്രയും സംസാരിച്ചിരുന്ന ആൾ പെട്ടെന്ന് മിണ്ടാതെ ആക്ഷൻ കാണിക്കുമ്പോൾ നമുക്ക് ചിരി തന്നെയല്ലേ വരുള്ളൂ. അതായത് ആൾക്ക് ചെറുതായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഏതായാലും എളാപ്പാനെ കണ്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് 9ാമത്തെ നിലയിലാണ് കേട്ടോ എളാപ്പ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള പെരിന്തൽമണ്ണ അങ്ങാടിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇച്ചിരി ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പൊ കുറെ സമയം ഞാൻ അത് വീഡിയോ എടുത്തോണ്ടിരുന്നു. പിന്നെ ഫോൺ പോയാൽ താഴത്തുനിന്ന് അതിന്റെ അസ്ഥി കൂടാൻ പോലും കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കലോ നിർത്തിയതാണ്. ഇനിയിപ്പോ ഈ കാലം വെച്ചാണ്ട് വീട്ടിലെത്തണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഒരു സമാധാനം ഇല്ലാത്ത. അവിടെ തുള്ളി പോകുന്നപ്പോ ഒന്നും ആലോചിച്ചിട്ടുണ്ടായില്ല. എന്തായാലും പിന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി പോട്ടെ. ഓക്കെ ബൈ.